ഹലോ ബ്രോ. എനിക്കറിയാം. എന്നാ ബ്രോ എനിക്കറിയാം ബ്രോ, എനിക്കറിയാം. ആ ഞാൻ പോവാ ബ്രോ, ഞാൻ പോവാ. ഓക്കെ ബ്രോ. ആ റെഡിയാ ബ്രോ. റെഡിയാ, പോവാൻ റെഡിയാ. ചെറുതായിട്ടൊരു മടങ്ങി ഒന്നാവശ്യം മാത്രമേ ഉള്ളൂ ബ്രോ. ബാക്കി എല്ലാം റെഡിയാ. ആ ബ്രോ, ഞാനിവിടെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തുണ്ട്. ഞാൻ തന്നെ കയറിപ്പോയേക്കാം. നോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ ഓക്കെ. ദർ ഇസ് നോ ബിസി പ്രോബ്ലം. പൈസയൊക്കെ ഞാൻ തരാം ബ്രോ, പേടിക്കണ്ട. എല്ലാം അങ്ങനെയാണ് ശരിയായിട്ട് വന്നോളും ബ്രോ. ഓക്കെ ബ്രോ, ഡൺ ബ്രോ. ഓക്കെ, എൻ്റെ സ്ഥലത്തേക്ക് ഞാൻ കയറാം ബ്രോ. ബൈ ബ്രോ. ഇതന്നെ ഇൻ്റർവ്യൂ എടുക്കുന്ന സ്ഥലം. ഓക്കെ, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നത് കേട്ടോ. ഓക്കെ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതല്ലേ. പേര് ബാക്കിയെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. സ്ഥലം ഡീറ്റെയിൽസ് പറഞ്ഞു, പേര് പറഞ്ഞു, ഏജ് പറഞ്ഞു, എൻ്റെ അടുത്തൊന്നും പറഞ്ഞു. എന്നാൽ ഫോർമാറ്റ് ചെയ്യട്ടെ. ഓക്കെ 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 ഡൺ ഡൺ ഡൺ. ടെൽ യുവർ ഹോബീസ്. വാട്ട് ആർ യു ഡൂയിങ്? ഇങ്ങനെ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല സാർ. എനിക്ക് സിനിമയാണ് മെയിൻ. ഓക്കെ, 2-3 ഷോർട്ട് ഫിലിംസ് ഒക്കെ വർക്ക് ചെയ്യണം. അങ്ങനെ 2-3 വർഷത്തേക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഐ എം ദ ബേ ആക്ടർ സാർ. ആണ് സിനിമയിൽ അഭിനയിച്ച് ഞങ്ങളുടെ ഓഫീസ് നല്ലൊരു പേരായിരിക്കും ചിലപ്പോൾ. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തുള്ളൂ സാർ. സാധനം ചോദിക്കുന്നില്ല. കാരണം എനിക്ക് എപ്പോഴും സിനിമ കിട്ടി പോവാം എന്തിനാണ് മനസ്സിലാക്കുന്നത്. സിനിമ കിട്ടുന്ന ഒരു ജോലി ചെയ്തിട്ട് പോകുന്നില്ല സാർ. അത്രേ ഉള്ളൂ. ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. നല്ല തീരുമാനമാണ്. ചിലപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ നിങ്ങളെ സെലക്ട് ആവാം. നല്ലൊരു ഇതാണ്. നിങ്ങളുടെ ഓഫീസിൻ്റെ പേര് കിട്ടും. നിങ്ങൾ ആക്ടർ ആയതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ പറഞ്ഞ് നന്നായി. നിങ്ങളുടെ ഓഫീസിൻ്റെ പേരായിരിക്കും. തന്നെ കൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് താൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ അർഹതനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ റെഡി ആയിക്കോളൂ ജോയിൻ ചെയ്യാൻ. വൺസ് മോർ ക്യാൻ നോട്ട് ടെൽ യുവർ നെയിം. ഓക്കെ, ഫോർ ദി ബെസ്റ്റ്. ജോയിൻ ചെയ്തു. ഇല്ല ബ്രോ, നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. നാളെ വെറുതെ ബ്രോ. ഇത് കുറച്ച് ഇതൊക്കെ ആക്കണം ബ്രോ. അതൊക്കെ ആക്കി വരണം. എന്ത് ചെയ്യാനാ, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളൊന്നും ഇതാക്കാലോ ബ്രോ. നമ്മൾക്ക് ഭാഗ്യവാന്മാർ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോൾ ഇല്ല ബ്രോ. നാളെ തൊട്ട് കുറച്ച് ജോയിൻ ചെയ്യാം. സ്വല്പം ജോയിൻ ചെയ്യും. അപ്പോൾ ഓക്കെ. ബ്രോ, നാളെ തൊട്ട് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് സേവിങ്സ് ഒക്കെ എനിക്ക് അയക്കാനുണ്ട് ബ്രോ. എന്ത് ചെയ്യാൻ, പെട്ടെന്ന് ജോലി കിട്ടിയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. കുറച്ച് റിസീവ്സ് ഒക്കെ അയക്കട്ടെ ബ്രോ. ഞാൻ ഹലോ ബ്രോ. ഞാൻ അടുത്ത ദിവസമാണ്. എന്തെന്ന് അറിഞ്ഞൂടാ. ഓഫീസിലെ പോവാ ബ്രോ. പോണം ബ്രോ. ഓക്കെ ബ്രോ. ഓഫീസിലേക്ക് ഇറങ്ങാൻ നോക്കട്ടെ. ഹായ്. സാർ എത്തി. മാർക്ക് കൊടുക്കാം സാർ. ഓക്കെ സാർ, താങ്ക്സ്. ഓക്കെ സെറ്റ്.
ആ പേര് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ കൃഷി. ഓക്കെ അടുത്തല്ലോ. ആ 2 ദിവസം എടുക്കും പോയിക്കോ. 3 ദിവസം എടുക്കും പോയിട്ട് വരാം. എന്തായാലും എടുക്കും പോയിട്ടോ. ഓ അല്ല ബ്രോ, ആകെ സീനും കുറഞ്ഞിരിക്കുക. ഇത് മൊത്തം വർക്ക് ചെയ്ത് തലയ്ക്ക് സ്ട്രെസ് പിടിക്കുന്ന ഇതാ. എൻ്റെ ഇതിനോട് ഇപ്പം തന്നെ മനസ്സിലായില്ല. എന്റെയാണ് ബ്രോ ബോറ് തന്നെ, ഇപ്പൊന്നും ചെയ്യാനില്ല. ഇതൊക്കെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മതി ബ്രോ. ഒരവസ്ഥ തന്നെ. ഓക്കെ ബ്രോ, അടുത്ത ആൾ വന്നു. ഓക്കെ അടുത്തൊരു പറഞ്ഞോളൂ. ഓക്കെ 2 ദിവസം കഴിഞ്ഞാണ് ആദ്യമൊക്കെ ബൈ. ഓ സ്ട്രെസ്. സീരിയസ്ലി 2-3 പേർക്ക് അവർക്ക് 2 പേരും മുഖ്യപ്രധാന. അവർക്ക് തമിഴ്നാട്ടിലേക്ക് വിടും. ചെന്നൈ പ്രസിഡൻറ്റോട് കൂടെ 2 ഷിഫ്റ്റ് എടുക്കാം. 1 മിനിറ്റ്. ഓക്കെ ബ്രോ, ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. അർജൻറ്റാ. 2 പേരുണ്ട് മേലത്തെ ഫേവറൻസ് എടുക്കുക. ആ ഇത് വേണ്ട, നമുക്ക് എന്നെ കടിച്ചെടുക്കണ തോന്നുന്നത്. നമുക്ക് റീസൺ നമ്മളിത് അത് മുടിവ് വന്നത്. സോ വി ഷുഡ് ഔട്ട് ടു ദാറ്റ് തിങ് സിമ്പിളി. ഓക്കെ കടിച്ചടിച്ച് ഇത് രസം എടുക്കും. ബ്രോ ആകെ ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുക. എന്തിനൊരു വരിയില്ല. ചിലപ്പോൾ വേറൊരു ഫ്രണ്ട് ഉണ്ട്. എന്ത് ചെയ്യാൻ, 2-3 ദിവസം അടുപ്പിച്ച് വർക്കൊക്കെ ഉണ്ട്. ഒരു പണി ചെയ്യാൻ നമുക്ക് ചുമ്മാ ഒരു ഇതിന് എഴുതാ. അതിനൊക്കെ ഉണ്ടെന്ന് സീരിയസ് പ്രോബ്ലം ആക്കി. ഓക്കെ ബ്രോ. ബ്രോ ചുമ്മാ രസമായിട്ടാണ് ടെറഫിൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ രസമില്ല കണ്ടോ. പിന്നെ ഒരു ഓഫർ ഉണ്ട്, കുഴപ്പമില്ല കാര്യമാണ്. സെറ്റാക്കാം. ഓക്കെ എന്ത് ചെയ്യാൻ, ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാ. ബ്രോ എന്തെങ്കിലും സഹായിക്കട്ടാ. എന്ത് ചെയ്യാൻ, ഓരോരുത്തരുടെ അവസ്ഥ. അത് വായിച്ചുകൊണ്ടിരിക്കരുത്, ശാപം കിട്ടും മുളയ്ക്കും. മനസ്സിനുള്ളിൽ ജോലിയുടെ സ്ട്രെസ്സാ. ഇത് എന്നാണിപ്പോൾ സിനിമയുടെ ചാൻസ് പെട്ടെന്ന് കിട്ടാൻ പണ്ടാറ് ഓഫീസ്. അത് മനസ്സിന് സമാധാനത്തിൽ ഇരിക്കാൻ കൂടി പറ്റുന്നില്ല. ഒരു ഉപകാരങ്ങളും പറഞ്ഞു തന്നില്ല. എന്ത് ചെറിയ നിൽക്കണ ഒരുമാതിരി ഇതെടുത്താലല്ലേ. ഞാൻ പോവാ, ആരൊരു ഉപകാരവും ചെയ്ത് തരണില്ല. വേസ്റ്റ് ഒക്കെ വേസ്റ്റ്. അടുത്ത ദിവസമല്ലോ ബാഡ്മിൻ്റണിലേക്ക് വരേണ്ടി വരും. അവിടെയാണ് നിങ്ങൾക്ക് വർക്ക് പറഞ്ഞിരിക്കുന്നത്. വേഗം ഫോളോ ആക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഫോർമാലിറ്റി വെച്ചിട്ട് വേഗം കൊണ്ടുപോകാം. പിന്നെ ഈ സി വിയിൽ ചിലപ്പോൾ റിസീവ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒന്നും പറയാൻ പറ്റില്ല. ഒരു ഉപകാരമുള്ള ഇതും പറ്റില്ല. എനിക്ക് ചിലപ്പോൾ ഞാൻ കുറച്ചിടത്തിൽ കൂടെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. സോ മേക്ക് ഇറ്റ് ടു ആസ് മെയിൻ പ്രൊഫൈറ്റിൽ. ഓക്കെ ബൈ. താങ്കളുടെ പറയൂ, എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? ഓക്കെ 1 മിനിറ്റ് ആവുള്ളൂ. ഹലോ ബ്രോ, വർക്കിന് കയ്യിലിരിക്കുക ബ്രോ. ഒരു രസമില്ല വർക്ക്, ഭയങ്കര ബോറായി പോയിക്കൊണ്ടിരിക്കുക. നോ റെസ്റ്റി ബീൻസ്. എന്ത് ചെയ്യുമെന്ന് എനിക്കിപ്പോൾ തന്നെ മനസ്സിലാവണില്ല. ബ്രോന് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ബ്രോ ഒരു രസമില്ല ബ്രോ. ഓക്കെ ബ്രോ ബൈ. റിസീവ് ചെയ്യാൻ വേണ്ടി 3-4 പേര് ഇവിടെ വന്നിരുന്നു. 3-4 പേർക്കാണ് സംഭവം. താൻ എങ്ങനെ അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചു. ആ സംഭവത്തിന് പിന്നാലെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് പറയണം. പറഞ്ഞാലേ പറ്റുള്ളൂ. ഇതൊക്കെ എന്ത് മര്യാദക്കാണെന്ന് അറിയാമോ? ഞാനത് പുറത്ത് കൊണ്ട് വരും. അത് അറിഞ്ഞോളാത്തോണ്ടാ. നമ്മൾ സത്യം തന്നെ പറയണേ.
എനിക്കറിഞ്ഞൂടാ ഞാൻ പറഞ്ഞോളിട്ടെ ബ്രോ വർക്കില്ല ബ്രോ എന്ത് ചെയ്യാനാ ബ്രോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ബ്രോ 2 CV റെഡിയാക്കിയ ശേഷം ഞാൻ അവിടെ പോയി മറ്റവന് കൊടുത്തു അതേ ഞാനവിടെ KFC മേടിച്ചു കൊടുത്തു മറ്റവന് ചിക്കൻ മേടിച്ചു കൊടുത്തു എന്നൊരു ഷോർട്ട് ഫിലിം റിലീസ് പറഞ്ഞാൽ പിന്നെ വിളിക്കാം ബ്രോ ബൈ ഓക്കെ 2 പേര് എൻ്റെ അടുത്ത് വന്ന് കേസ് ഓർമ്മ ഇരുട്ടല്ല ഇവിടെ നിന്ന് പോകാൻ പോലും സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നടന്നത് ഞാനില്ലേ 2-3 കേസായിട്ട് ഞാൻ പിന്നെ ദിവസം വന്നു വിടണോ ആദ്യം പോകരുത് എനിക്ക് പ്രശ്നം കാര്യമുണ്ടോ 1 മിനിറ്റ് നമ്പറാണല്ലോ ഹലോ ആരാ പറ സാർ എന്താ ദിവസം ഉണ്ടോ ഓക്കെ 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 ഹലോ ബ്രോ ആകെ പാലിയിരിക്കുക ബ്രോ എല്ലാം പെട്ട അവസ്ഥയിൽ ഇപ്പോൾ ഇന്നത്തെ കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചിട്ടുണ്ട് IGO എന്തൊക്കെയൊക്കെ വരണത് നമുക്ക് ചാൻസ് കിട്ടി ഷോർട്ട് ഫിലിമിൽ പോകണം ബ്രോ നാളെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അടിച്ചു തരാം അവിടെ ചെന്നിട്ട് ഷൂട്ടിങ് 10 മാസത്തെ ഷൂട്ടിങ്ങാണ് എന്ത് ചെയ്യാനാണ് ഇപ്പം തന്നെ പറയില്ല 10 മാസമൊക്കെ ഇവിടെ ലീവ് എടുത്തുകൊണ്ട് ഞാനവിടെ റിസൈൻ ചെയ്യാൻ പോകും എവിടെ വന്ന് ജോയിൻ ചെയ്താൽ സിനിമ കിട്ടിയ പോകണം ഇപ്പം 2 ദിവസത്തിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെ വന്ന് പോകുന്നതാണ് ഓർക്കണേ വിളിച്ചാൽ സംസാരിച്ചാൽ കേട്ടോ കൂടെ കട്ട സപ്പോർട്ട് ഉണ്ടാവണം ഉറപ്പുണ്ടാവണം ബ്രോ അത്രേ ഉള്ളൂ ഓക്കെ ബ്രോ ബൈ എന്താ ഇവിടെ പറയൂ നിങ്ങൾ വ്യത്യാസം ഉണ്ടോ പറഞ്ഞോ ഒരു കുഴപ്പമില്ല പറയലേനൊന്നും തോന്നുന്നുണ്ട് സാർ ഞാനോട് സാരിയാ പറയണേ വിളിച്ചൊക്കെ ജോയിൻ ഉണ്ടാകെ 2 മാസമായിട്ടുള്ളൂ സാർ പക്ഷേ കുഴപ്പമുണ്ട് സാർ എനിക്കിപ്പോൾ കാസ്റ്റിംഗ് കോൾ വന്നിരുന്നു ഞാൻ സ്ഥലത്തിട്ടായിരുന്നു പറഞ്ഞിട്ട് എനിക്ക് പോകേണ്ടി വരും സാർ അറിഞ്ഞോടാ എന്താ ചെയ്യേണ്ടതെന്ന് സാർ എന്നെ നമ്പർ സിനിമ സാർ സിനിമയാണ് മെയിൻ എനിക്ക് അങ്ങനെയാണെങ്കിൽ താങ്കൾ പോയിക്കോളൂ എനിക്കൊന്നും പറയാനില്ല നമ്മുടെ ഓഫീസിൽ നല്ലൊരു പേരാണത് അപ്പോൾ ഞാൻ 2 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പേര് കിട്ടിയിട്ട് എനിക്ക് നല്ല പേരാവും അത്രേ ഉള്ളൂ ബൈ ലോണടാ പവൻ സാറ് സമ്മതിച്ചു ഞാനിപ്പോൾ ഇറങ്ങി അയാൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാൻ പോവാ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഞാൻ വിടാൻ പോവാ ഇവിടെ ചെന്നിട്ട് വേണേലും ബാക്കി കാര്യങ്ങൾ ഓക്കെ ബ്രോ ഞാൻ ഇറങ്ങാം ബ്രോ എന്ത് ചെയ്യാനാ ഒരവസ്ഥയായിപ്പോയി ഞാൻ എന്തൊക്കെ അവസരങ്ങളും കീഴെടുക്കട്ടെ ആദ്യം ഒന്നുമില്ല ബ്രോ ഞാൻ ഇറങ്ങി ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയത് നമുക്ക് അറിയാവുന്ന സ്ഥലം തന്നെയാണ് ഒരു കുഴപ്പമില്ല നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് അധികമായിട്ട് പ്രൊഡ്യൂസറിനോട് സംസാരിക്കണം ഷോർട്ട് ഫിലിമിൻ്റെ വേറെ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല ഇവിടെ നമ്മുടെ ബ്രോ ഇരിക്കുന്നുണ്ട് നമ്മുടെ മാർട്ടിൻ ബ്രോ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ അധികം കുഴപ്പമൊന്നുമില്ല നല്ല കുഴപ്പമില്ലാണ് കംഫർട്ടബിളാണ് എല്ലാം വ്യൂ ആയിട്ടെല്ലാം കാണാനൊക്കെ പറ്റും സൂപ്പർ വ്യൂസൊക്കെയാണ് അപ്പോൾ ഇവിടെ ഷൂട്ടിങ് പൊളിക്കാൻ നമുക്ക് പൊളിക്കാം പ്രൊഡ്യൂസറിനൊക്കെ കണ്ട് സംസാരിച്ച് ബ്രോ അവർ പറയണത് നമ്മുടെ ഷോർട്ട് ഫിലിമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓടാൻ പോണേ നമ്മുടെ ഷോർട്ട് ഫിലിമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ ഓടാൻ പോണ ഷോർട്ട് ഫിലിം അതിൻ്റെ അകത്ത് നല്ല സന്തോഷമുണ്ട് കേട്ടപ്പോൾ കുളിർ മൂള് വന്നിച്ചിരി മാസാനൊക്കെ തോന്നി ബ്രോ എന്ത് ചെയ്യണം ഓരോരുത്തരുടെ അവസ്ഥ ബ്രോ നമ്മൾ എന്ത് ചെയ്തായിട്ടൊരു കാര്യമില്ല ചിലപ്പോൾ നമ്മൾ ധൈര്യമാണ് ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കണം ചിലപ്പോൾ നമ്മൾ സന്തോഷിക്കണം ചിലപ്പോൾ നമ്മൾ ചിരിച്ച് വൈബായിരിക്കണം ആ വൈബിലാണ് ഇപ്പം ഞാൻ നമ്മുടെ ഷോർട്ട് ഫിലിം ഇന്ത്യയിൽ ആദ്യമായിട്ട് തിയേറ്ററിലുള്ള ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞപ്പോൾ ബ്ലാസ്റ്റ് അത്ര വേണമുണ്ട് ബ്രോ വരും വൈബായിരിക്കും ബ്രോ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്ത് ചെയ്യാൻ
ശുഭം. അത്രയേ ഉള്ളൂ ബ്രോ. ഓക്കെ. Take camera action. Take camera action. ഓക്കെ, സീൻ റെഡിയാണ്. അഭിനയിച്ചോ? സീൻ റെഡിയാ. ഈ രാജ്യം ഇതെല്ലാം നമ്മുടെയാണ്. ഓരോ രാജ്യത്ത് കീഴ്പ്പടിക്കുമ്പോഴാണ് വിശ്വാസം. അത് ഈ രാജ്യത്തെ എല്ലാം ദൂരം നമുക്ക് ഉണ്ടാവുന്ന വിശ്വാസത്തോടെയാണ്. ഇവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം അവിടെ ഇവിടെ നോണ്ടി പറയാൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദ റിബിൾസ് ഓഫ് മാസ്. ചിലപ്പോൾ പെർഫ്യൂം അടിച്ചു കൊല്ലാനും പറ്റും. ചിലപ്പോൾ ഇതൊക്കെയാണ് മാസ് എന്ന് പറയണേ. ഇവിടുത്തെ കോർഫംസ് കൊല്ലാനല്ല മാസ്. മെരിറ്റ് വേണം. എല്ലാ മെരിറ്റിനും ഒരു ഇതുണ്ടാവണം. അത്രയേ ഉള്ളൂ. ഇത് അതിൻ്റെ പേര് കളിക്കാൻ വന്ന ഇത്ര തന്നെ. സൂട്ടെല്ലാം കംപ്ലീറ്റ് ആയി ബ്രോ. ഇനി 10 മാസത്തിലുള്ള റിലീസ്. അന്നേരം നമുക്ക് കാണാം ബ്രോ വൈബ്. അന്നേരം നമുക്ക് കാണാം ബ്രോ വൈബ്. ആ സമയത്ത് നമ്മൾ വൈബ് കണ്ടിരിക്കും. ഓക്കെ ബ്രോ, ബൈ. അപ്പോൾ എല്ലാവർക്കും ഹലോ ഗൈസ്. അപ്പോൾ നാളെ നമ്മുടെ സിനിമയായ ഷോർട്ട് ഫിലിമായ റെമ്പൽ റിലീസിനെത്തുകയാണ്. അപ്പോൾ കുറച്ച് ഇത് ചെയ്യാം. അപ്പോൾ എല്ലാവരും നാളെ വന്ന് കാണുക നമ്മുടെ പടം. എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. അതുവരേക്കും ബൈ ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടൊരു അനുഭവം നിങ്ങൾ ചെയ്യുന്നത്. 10 മാസത്തെ കഷ്ടപ്പാടാണ്. എല്ലാവരും വന്ന് കാണുക. ഓക്കെ ബ്രോ, നാളെയാണ് പടത്തിൻ്റെ റിലീസ്. വന്ന് കാണണം ബ്രോ. ഓക്കെ, വന്ന് കണ്ട് എക്സ്പീരിയൻസ് എല്ലാം പറയണം. നാളെ പടത്തിൻ്റെ റിലീസിന് അറിഞ്ഞു അല്ലേ? അതെ സാർ, ഇന്ത്യയിൽ ആദ്യമായിട്ട് തിയേറ്ററിലുള്ള മോണ് ഷോർട്ട് ഫിലിം ഞങ്ങളുടെ ഫിലിമാണ്. 10 മാസത്തെ കഷ്ടപ്പാട് എന്നാലും വണ്ണ് കാണണം. സാറിൻ്റെ ഓഫീസിൽ നിന്ന് അഭിമാനമായിരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാർ എന്തായാലും വണ്ണ് കാണുമ്പോൾ അഭിപ്രായം പറയണം. ഓക്കെ. ഹലോ ബ്രോ, പടം കണ്ട? അറിയാം ബ്രോ. താങ്ക്സ് ബ്രോ. നല്ല റിവ്യൂ ആയിരുന്നു ബ്രോ. എല്ലാവരും പറയണേ കേട്ടു. നമ്മളുടെ സന്തോഷമല്ലേ ബ്രോ? ഇതൊക്കെ പലപ്പോഴും സംഭവിക്കണതാണ് ബ്രോ. നല്ല സന്തോഷമുണ്ട് കേട്ടപ്പോൾ. നമ്മുടെ അഭിമാന നിമിഷം ബ്രോ. അതിനോട് എന്ത് പറയാം അല്ലേ? നമ്മൾ ചെയ്തതിൽ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഷോർട്ട് ഫിലിം. അതിൻ്റെ അഭിമാനം നമുക്ക് കിട്ടും ബ്രോ. ഓക്കെ ബ്രോ. ബ്രോ, 2 കോടി രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അക്കൗണ്ടിലേക്ക്. താങ്ക്സ് ബ്രോ. ബ്രോ, ഇതൊരു അഭിമാന നിമിഷമാണ് എനിക്ക്. നീ എന്ത് ചെയ്യുന്നു അറിഞ്ഞൂടാ. വളരെ അഭിമാന നിമിഷം. ഒരു വീഡിയോ കസ്റ്റമേറ്റിലിടാതെ ഇട്ടേക്കാം. ഹലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ ഗെറ്റപ്പൊക്കെ തന്നെ എന്നും കാണാൻ ടെൻഷൻ കുറേയുണ്ട്. ഇതിൻ്റെ പടം ഇറങ്ങുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ അതുവരേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് ഫോളോ അടിച്ചാൽ മതി ബ്രോ. ബൈ. അഭിമാന നിമിഷം ബ്രോ, അഭിമാന നിമിഷം. വീഡിയോ കിട്ടുന്നുണ്ട് ബ്രോ. ബൈ. ബ്രോ പറയാം, ഒരു സ്റ്റൈൽ പറഞ്ഞു എന്താ ചെയ്യുന്നത്? ബ്രോ, അടുത്തൊരു ഫിലിമിലേക്ക് കേട്ടിട്ടുണ്ട്. ശരിക്കുള്ള ഫിലിം തലപതി വിജയുടെ ഒപ്പം, വിജയണ്ണൻ്റെ ഒപ്പം തന്നെ, എന്നെ സ്നേഹിക്കുന്ന അണ്ണൻ്റെ ഒപ്പം തന്നെ ഒരു ഫിലിം കിട്ടി എനിക്ക്.
എന്ത് ചെയ്യാനാ ബ്രോ. താങ്ക്സ് ബ്രോ, താങ്ക്സ്, ബൈ.